AI ഉച്ചകോടിക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിഷേധത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഡൽഹി പോലീസ് കോടതിയിൽ പറഞ്ഞു. തൗഫീഖ് അസ്ലം ചേരുകയാണ് വിവരങ്ങളുമായി. തൗഫീഖ്, ഏത് തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട് എന്നാണ് ഡൽഹി പോലീസ് കോടതിയോട് പറഞ്ഞിരിക്കുന്നത്? മഹേഷ്, ഇത്തരമൊരു പ്രതിഷേധത്തിന് എവിടെ നിന്നാണ് സാമ്പത്തിക സഹായം ലഭിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അത് അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ ഗൂഢാലോചന പുറത്തു വരികയുള്ളൂ എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഒരു ഗൂഢാലോചന സംശയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം പോലീസ് ചോദ്യം ചെയ്തതായിട്ട് കൂടി ഇന്ന് കോടതിയിൽ പറയുകയുണ്ടായി. അതിനുശേഷമാണ് കോടതി ഈ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും 5 ദിവസത്തേക്ക് പോലീസിന്റെ ആവശ്യപ്രകാരം കസ്റ്റഡിയിൽ വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ന് തന്നെ ഈ പ്രതികളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കൂടി ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു. ആ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് അവർക്കിപ്പോൾ 5 ദിവസത്തെ പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം പോലീസ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഉച്ചകോടി വേദിയിലേക്കായിരുന്നു 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഷർട്ട് ഊരിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായത്. അതിൽ 4 ആളുകളെ മാത്രമാണ് ഇന്നലെ പോലീസിന് പിടികൂടാൻ സാധിച്ചത്. ബാക്കി 6 ആളുകൾ ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവരെ കൂടി കണ്ടെത്താനുണ്ട്. അതിനായിട്ടുള്ള തെരച്ചിൽ ഇതിനകം തന്നെ പോലീസിന്റെ ഭാഗത്ത് കൊണ്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെവിടെ നിന്ന് വന്ന ആളുകളാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെന്ന് കൂടി പോലീസ് ഇന്ന് കോടതിയിൽ പറയുകയുണ്ടായി. ഈ പിടികൂടിയ ആളുകളെല്ലാം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഇവരെ ചോദ്യം ചെയ്യേണ്ടത് ഒരു കാര്യം കൂടി ഉണ്ട് എന്നുകൂടി പോലീസ് ഇന്ന് കോടതിയിൽ പറയുകയുണ്ടായി. ഒപ്പം ഇവർ ധരിച്ചെത്തിയ ടീഷർട്ട് എവിടെയാണ് പ്രിന്റ് ചെയ്തത്, അതിന് സാമ്പത്തിക സഹായം എവിടെ നിന്നാണ് ലഭിച്ചത്, അത് ആരുടെയെല്ലാം ഒരു ഐഡിയ ആയിരുന്നു അത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് കൂടി ഇന്ന് കോടതിയിൽ പോലീസ് പറയുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് കോടതി 5 ദിവസത്തേക്ക് 4 പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയുണ്ടായി. ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന അതിൻ്റെ തുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയായിരുന്നു പോലീസ് ഇന്നലെ രാത്രി വൈകിയും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത്. നിലവിലൊരു ഗൂഢാലോചന പോലീസ് സംശയിക്കുന്നുണ്ട്. എന്നാൽ അതിനെ തക്കമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശദമായിട്ട് തന്നെ ഈ 4 ആളുകളെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ അറിയിച്ചത്. തുടർന്നായിരുന്നു അവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് 4 പ്രതികളെയും 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഓക്കെ, AI ഉച്ചകോടിക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ 5 ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ.